കൊച്ചിയിൽ ലഹരിയുടെ ഹബ്ബാക്കി മാറ്റാൻ ശ്രമം നടക്കുന്നതായി മുഹമ്മദ് ഷിയാസ് MLA നിയമസഭയിൽ. യുവ സിനിമാക്കാരുടെ സെറ്റുകളിൽ ലഹരി വ്യാപനമുണ്ടെന്നും ഷിയാസ് പറഞ്ഞു. കുറ്റവാളികൾക്കെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും മുഹമ്മദ് ഷിയാസ് ആവശ്യപ്പെട്ടു. ആരായാലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. നമ്മുടെ വൻകിട ഹോട്ടലുകൾ, പ്രത്യേകിച്ച് 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ വലിയ DJ പാർട്ടികൾ നടക്കുന്നുണ്ട്. ആ പാർട്ടികളിലും അതുപോലെ തന്നെ ചില യുവ സിനിമാ പ്രവർത്തകർ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സിനിമാ സെറ്റുകളിലുമൊക്കെ ഈ ലഹരിയുടെ വ്യാപനം ഉണ്ട് എന്നുള്ള വാർത്തകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഈ പരാതികൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യമാണ്. എറണാകുളത്ത് ഒരു ഹോട്ടലിൽ ഒരു സിനിമാ നടനെ അന്വേഷിച്ച് തന്ന പോലീസ് നമ്മൾ ഈ 100 മീറ്റർ ഓട്ടത്തിൽ ഒക്കെ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ചരിത്രങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തെ അന്വേഷിച്ച് പോലീസ് ചെന്നപ്പോൾ ആ സിനിമാ നടൻ ആ ഹോട്ടലിൽ നിന്ന് എടുത്തു ചാടി ഓടിയിട്ട് പിന്നെ നിർത്തിയത് കോയമ്പത്തൂരാണ്. DJ പാർട്ടി ആണെങ്കിലും 5 സ്റ്റാർ ആണെങ്കിലും അതിശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഞാൻ അറിയിക്കാനാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ല. ആ സിനിമാ നടനാണോ സാധാരണക്കാരനാണോ എന്നുള്ളതല്ല പ്രശ്നം. നിയമം ലംഘിക്കുന്ന ആരാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള പരിഗണന മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഷിയാസ് ചോദിച്ച ചോദ്യം ആ ഹോട്ടലിൽ എനിക്കറിയാം, ആരാണെന്നും എനിക്കറിയാം, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ നമുക്ക് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും സർ തുഫാൻ വാരിയറുടെ ആദ്യത്തെ തുഫാൻ വാരിയർ ആയത് പ്രശസ്ത സിനിമാ നടൻ ശ്രീ മോഹൻലാലാണ്.